നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന സമ്മർദ്ദം RSS പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് പകരം നിതിൻ ഗഡ്കരിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കേണ്ടത് അനിവാര്യമാണെന്നും BJPയുടെയും NDAയുടെയും നിലനിൽപ്പിനും അത് കാരണമാകുമെന്നും പ്രതിപക്ഷത്ത് ആരെയെങ്കിലും വിലമതിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ഗഡ്കരിയോട് മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും കൃത്യമായി RSS രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന റിപ്പോർട്ട് വരുമ്പോൾ കൃത്യമായ നീക്കങ്ങൾ മോദിക്കെതിരെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അണിയറയിൽ മോദിയും അമിത്ഷായുമായിരുന്നു ഇത്രയും നാളും BJPയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഥവാ അവർ പറയുന്നതിനപ്പുറത്തേക്ക് BJP നേതൃത്വത്തിൽ ഒരു രീതിയിലും ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ പോയ നാളുകളായിരുന്നു. എന്നാൽ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള BJP പ്രതിനിധികൾക്കും ദേശീയ കമ്മിറ്റിയിൽ ഒക്കെ നിരവധിയായ പ്രസ്താവനകളും അവരുടെ ആശങ്കകളും ഒക്കെ പങ്കുവയ്ക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. മോദിയും അമിത്ഷായും മാത്രമായിരിക്കില്ല ഇനി അധികാര കേന്ദ്രങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ രീതിയാണ്. വാസ്തവത്തിൽ ഗഡ്കരി അമിത്ഷായേക്കാളൊക്കെ മുതിർന്ന നേതാവാണ്. ഷാ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ കൃത്യമായ രാഷ്ട്രീയ ചുവട് നടത്തിയ ഒരു വ്യക്തി എന്ന രീതിയിൽ ഗഡ്കരിയുടെ രാഷ്ട്രീയ സമീപനങ്ങളെ ചോദ്യം ചെയ്യാൻ മോദിക്കോ അമിത്ഷായ്ക്കോ കെൽപ്പുള്ളതല്ല. നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യം പാർലമെൻറ്റിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് വലിയ ഉണർവാണ് എന്ന് കല്യാൺ ബാനർജി പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഗഡ്കരിക്ക് ചിരിക്കുകയാണോ അതോ അദ്ദേഹത്തിന് ആശ്വസിക്കുകയാണോ വേണ്ടത് എന്നതറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, BJPയിൽ തന്നെ സൗമ്യനായ മുഖം എന്ന ഖ്യാതി നേടിയ അദ്ദേഹത്തിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചാൽ മാത്രമേ ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ജയിക്കാൻ കഴിയൂ. കാരണം നരേന്ദ്രമോദിക്ക് എഗൻസ്റ്റായി, അതായത് മോദി വിരുദ്ധത രാജ്യത്ത് പലയിടത്തും ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. മോദി എന്ന ഐക്കൺ തകർന്നിരിക്കുന്നു. അതിനകത്തൊരു സംശയവും ആർക്കും വേണ്ടതാനും. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ പ്രതിഫലിക്കും. മഹാരാഷ്ട്ര പോലെ ഒരു സംസ്ഥാനത്ത് നിയമസഭയിൽ വിജയിക്കണമെങ്കിൽ സ്വാഭാവികമായും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കേന്ദ്ര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റിയേ മതിയാകൂ എന്ന് BJPയിൽ ശക്തമായി ആരോപണം നടത്താൻ നേതാക്കൾ വരികയാണ്. നരേന്ദ്രമോദി വാസ്തവത്തിൽ ഈ സ്ഥാനത്തിന് ഇനിയും അനുയോജ്യനല്ല എന്ന് സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ളവർ പറയാതെ പറയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ മോദിക്ക് ഇനി വിലങ്ങുതടിയാകാൻ പോകുന്നത് ഗഡ്കരി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഗഡ്കരിയുടെ സാന്നിധ്യം പാർലമെൻറ്റിൽ വളരെയധികം മുന്നോട്ട് ചർച്ചകളെ നയിക്കുന്നു എന്ന് തൃണമൂൽ കോൺഗ്രസ് അംഗമായ കല്യാൺ ബാനർജി പറയുമ്പോൾ ഗഡ്കരിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു താൻ എത്രത്തോളം പ്രതിപക്ഷത്തിനും പ്രാധാന്യമുള്ളൊരു നേതാവാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗഡ്കരി ആരും രാഷ്ട്രീയം നോക്കി വിലയിരുത്തുന്നില്ല എന്നുള്ളത്.